നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ, അല്ലെ പുതിയ മാർഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, പുതിയ ജോലിക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വീട് പണിയുമ്പോൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസം നടക്കുന്ന സംഭവങ്ങൾ, അത് വലുതാവട്ടെ ചെറുതാവട്ടെ, ഇതൊന്നും വേണ്ട. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീറ്റ് നമ്മുടെ നിത്യകർമ്മം കഴിഞ്ഞ് നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ, അത് തൊഴിലാവാം, കടയാവാം, ബിസിനസ് ആവാം, ഓഫീസാവാം, എന്തും ആവട്ടെ, IT മേഖലയാവാം, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, എന്തു മേഖലയിലായാലും നമ്മൾ അതാത് ദിവസം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി, വേല, ശരിക്ക് ഈശ്വര വേല എന്തുവാട്ടെ, അത് നമ്മൾക്ക് സമാധാനപരമായി അവസാനിപ്പിക്കാൻ, സന്തോഷകരമായി അനുഭവിക്കാൻ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊരു ചോദ്യം വന്നാൽ അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കണം. ഞാൻ മുൻപ് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഈ പരദേവതയുടെയും ദേശദേവതയുടെയും കാര്യങ്ങൾ. ശരിക്ക് ഒരു ദിവസം എങ്ങനെ പ്രാർത്ഥനാപൂർണമായി നന്നാക്കിയെടുക്കാം, ഒരു ദിവസം പ്രാർത്ഥന കൊണ്ട് എത്ര കേമത്താക്കിയെടുക്കാം, ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ വിഘ്നം കൂടാതെ എടുക്കാം, ഒരു ദിവസം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എത്ര പ്രസാദമാക്കാം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ രാവിലെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പരദേവത, നമ്മുടെ ദേശദേവത, നമ്മുടെ ഗണപതി, ഹനുമാൻ സ്വാമി, ഇവരെ 4 പേരെയും പ്രാർത്ഥിച്ചാൽ ആ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒരു പരിധി കൂടുതൽ ഐശ്വര്യപ്രദവും. എൻ്റെ ഭഗവതി, എൻ്റെ ഭഗവാനെ, ആ പരദേവതയെ പ്രാർത്ഥിച്ച് ഞാൻ ഇന്ന കാര്യത്തിൽ പോകണേ, നന്നാക്കണേ. അതുപോലെ തന്നെ ദേശദേവതയോട് പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനോട് തടസ്സങ്ങളില്ലാതെയും ഹനുമാൻ സ്വാമിയോടും പ്രാർത്ഥിക്കുന്നത് വിഘ്നങ്ങൾ കൂടാതെ കാര്യങ്ങൾ നടക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നു, ആ ജോലിക്ക് പോകുമ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് ആ കസേര ഇരുന്നതിന് ശേഷം അവരെ ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ എന്ത് വേലയാവട്ടെ, എന്ത് ജോലിയാവട്ടെ, ഏത് ജോലിയാവട്ടെ, അവരെ മനസ്സുകൊണ്ട് നമ്മുടെ പരദേവത ഈ ജോലിയിൽ എന്നെ കാത്തോളണേ, എൻ്റെ ദേശാധിപതിയായി നിൽക്കുന്ന എൻ്റെ പരദേവതയായി ദേശത്തിൻ്റെ അമ്പലമായ ഭഗവാൻ എന്നെ കാത്തോണേ, എൻ്റെ ഗണപതീശ്വര, എൻ്റെ ഹനുമാൻ സ്വാമി എന്നെ ഒന്ന് കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിച്ച ശേഷം അന്നത്തെ ദിവസത്തെ നമ്മുടെ ജീവിതോപാധിയായി നിൽക്കുന്ന ഏത് കർമ്മങ്ങളിലേക്കും നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. അത് മാത്രമാണോ, ഈ വൈകുന്നേരം നമ്മളിതെല്ലാം കഴിയുമ്പം, നമ്മളൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ച് തിരിച്ചു വന്ന് വൈകുന്നേരത്തെ കുളിയെ കഴിയുമ്പം, ഇന്നത്തെ ഈ ദിവസം എനിക്ക് നന്നാക്കി തന്നു എന്നുള്ള സങ്കല്പത്തിലോട് അവരോടൊരു നമസ്കാരവും, ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രാർത്ഥനയും കൂടെ ചെയ്യുമ്പോൾ ആ ദിവസം കേമത്തായി. അപ്പം ഇതെല്ലാ ദിവസവും ചെല്ലുമ്പോഴോ നമ്മളെ പൂർണ്ണമായി സംരക്ഷിക്കാനായിട്ട് അവരോട് അനുവാദം മേടിച്ച്, നമ്മുടെ പരദേവതയുടെ അനുവാദം മേടിച്ച്, നമ്മുടെ ദേശദേവതയുടെ അനുവാദം മേടിച്ച്, ഗണപതി ഭഗവാനായി നിൽക്കുന്ന, വിഘ്നേശ്വരനായി നിൽക്കുന്ന ഭഗവാൻ അനുഗ്രഹം മേടിച്ച്, ഹനുമാൻ സ്വാമിയുടെ അനുവാദം മേടിച്ചിട്ട് നമ്മൾ തുടങ്ങുന്ന പ്രവൃത്തിയും അവസാനിപ്പിച്ചു കഴിയുമ്പോൾ അവരോടുള്ള നന്ദി സ്മരിച്ചു കഴിയുമ്പോൾ അവർക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓട്ടോമാറ്റിക് ഉണ്ടാകുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ ആ സംരക്ഷണത്തിൽ നമ്മുടെ പുറത്തേക്ക് പോകുന്ന യാത്രകൾ, നമ്മുടെ തൊഴിൽ രംഗങ്ങളിലെ കാര്യങ്ങൾ, നമ്മുടെ കച്ചവടമായാലും ഏത് വിഭാഗമാണേലും അതൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഭംഗിയായിട്ട് ഐശ്വര്യപ്രദമാക്കാൻ ഈ പ്രാർത്ഥന നമുക്കൊരുപാട് ഉപകാരത്തെ ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ എനിക്കറിയാവുന്നുണ്ട്, നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഗണപതിയുടെ ലോക്കറ്റൊക്കെ മേടിച്ചിട്ട് അത് ഗണപതി ക്ഷേത്രത്തിലൊക്കെ പൂജ കഴിച്ചിട്ട് ഗണപതിയുടെ പീഠത്തൊക്കെ ഉപയോഗിച്ചിട്ട് അത് വണ്ടിയിൽ വെക്കും. ആ വണ്ടിയുടെ ഗണപതിയുടെ പ്രതിമ വണ്ടിയിൽ വെക്കുക, ഗണപതിയുടെ ലോക്കറ്റുകൾ കീച്ചെയിനിടുക. എന്തിനാ? ഏറ്റവും കൂടുതൽ ഗണപതിയുടെ വെക്കുന്നുണ്ടെന്നാ വണ്ടിയുടെ അപകടങ്ങൾ കുറയ്ക്കാനാണ്. വണ്ടിയുടെ ഒത്തിരി നമ്മൾ അറിയാതെ ഇങ്ങോട്ട് വന്ന് കയറാമല്ലോ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് വണ്ടി അപകടങ്ങൾ ഗണപതി വെച്ച് അങ്ങനെയല്ല. ഇങ്ങോട്ട് ഇപ്പം നമ്മൾ പരമാവധി നമുക്ക് വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ഈ ഗണപതി ഭഗവാന്റെ ചെറിയ സ്വരൂപങ്ങൾ
പൂജ കഴിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജിച്ച് അല്ലെങ്കിൽ ലോക്കറ്റ് പൂജ കഴിച്ച് കീ ചെയിൻ ഇടുക, ആ ലോക്കറ്റ് അല്ലെങ്കിൽ ഗണപതിയുടെ അമ്പലത്തിൽ തുളസിമാല പൂജ കഴിച്ച് നമ്മൾ വണ്ടിയിൽ ചാർത്തുക. ഇതൊക്കെ ഗണപതിയുടെ ഇവരെ 4 പേരെയും പ്രാർത്ഥിച്ചാൽ ആ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒരു പരിധി കൂടുതൽ ഐശ്വര്യപ്രദവും. നമ്മൾ വണ്ടി വയ്ക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ദുരന്തങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണം ലഭിക്കാൻ, ദുരിതങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കടെ ആ വണ്ടിക്കും നമുക്കൊരു സംരക്ഷണം, അപകടമൊന്നും വരാതിരിക്കാം. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരെ 4 പേരെയും പ്രാർത്ഥിച്ചാൽ ആ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒരു പരിധി കൂടുതൽ ഐശ്വര്യപ്രദവും. നമ്മൾ ഡോക്ടറായാലും അഡ്വക്കേറ്റ് ആയാലും ഏത് മേഖലയിലായാലും നമുക്ക് അവിടെ വിജയം കൈവരിച്ച് അന്നത്തെ ദിവസത്തെ നന്മയെ പ്രദാനം ചെയ്യാൻ, അന്നത്തെ ഈശ്വരാംശത്തെ പ്രദാനം ചെയ്യാൻ, അന്നത്തെ ദിവസം സുഖത്തെ കിട്ടാൻ വേണ്ടി, അന്ന് ദുരിതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരദേവതയായിരിക്കുന്ന ഈശ്വരനെയും ദേശാധിപതിയായി നിൽക്കുന്ന ഈശ്വരനെയും ഗണപതിയെയും പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം സന്തോഷകരമായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ പ്രാർത്ഥന ഒരു സംരക്ഷണ കവചവും കൂടിയാണ്. ഒരു നിരന്തരമായി നിൽക്കുന്ന പ്രാർത്ഥന ജീവിതാവസാനം വരെ നിൽക്കുന്ന ഒരു സുഖവും കൂടിയാണ്. നിങ്ങളെ കാത്തുകൊള്ളും, യാതൊരു സംശയവും വേണ്ട. ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ ദിവസത്തെ ദുരിതങ്ങൾ മാറി ആ ദിവസം നിങ്ങൾക്ക് സുഖകരമാക്കി മാറ്റാൻ സാധിക്കും. നന്ദി, നമസ്കാരം.